ഹായ് ഗായ്സ്, എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. നമ്മുടെ സനു വേഷം കെട്ടാൻ വേണ്ടിയിട്ട് മൈലാഞ്ചി കെട്ടി നിൽക്കുകയാണ്. രാധാവേഷമാണ് കേട്ടോ സനു കെട്ടണേ. അപ്പോൾ പുതിയ പട്ടുപാടൊക്കെ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുകയാണ് സനു. ഏട്ടനപ്പോൾ അവളേനെ കൊണ്ടയാക്കാൻ പോവാണ്. നമ്മുടെ അടുത്തുള്ള മരുന്നങ്ങാട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് കുട്ടികളൊക്കെ വേഷം കെട്ടിയിട്ട് അവർ ചെറുതുരുത്തിയുള്ള കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ കൊണ്ടുപോകാറുള്ളത്. ഇത്തവണ നല്ല മഴയായിരുന്നു കേട്ടോ പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ നമ്മൾ കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിതാ പങ്ങാവ് ശിവക്ഷേത്രത്തേക്കാണ് കേട്ടോ കൊണ്ടുപോകണേ. കുഞ്ഞാറ്റേനെ തമ്മയായിട്ട് എടുത്ത് നിൽക്കണേ. നല്ല മഴയായ കാരണം നമ്മൾ പിള്ളേരേനെയൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ടാണ് കൊണ്ടുപോകണേ. ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ കൃഷ്ണന്മാരുടെ വേഷമാണ് കെട്ടിക്കണേ. നമ്മൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ള കാരണം നമ്മളും വണ്ടിയിലാണ് പോണത്. അപ്പോൾ നമ്മുടെ സനു മുന്നത്തെ വണ്ടിയിൽ അവർ രാധമാരും കൃഷ്ണന്മാരൊക്കെ എല്ലാവരും കൂടിയിട്ട് സനുവൊക്കെ ഫ്രണ്ടിലത്തെ വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കണേ. നമ്മുടെ കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തേക്ക് 2.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. നമ്മൾ അത്രയും ദൂരം നടന്നിട്ടാണ് കേട്ടോ പോകാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നല്ല മഴയായ കാരണമാണ് നമ്മൾ പിള്ളേരേനെയും വെച്ചിട്ട് വണ്ടിയിൽ പോണേ. ഇതിൽ ഒരുപാട് പിള്ളേരുണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ മഴയായ കാരണം തോന്നുന്നു കുറച്ച് മാത്രമേ ഉള്ളൂ പിള്ളേർ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുഞ്ഞികൃഷ്ണന്മാരാണ്. ഇതാ നമ്മുടെ ലച്ചുട്ടിയും പാറും കുഞ്ഞുമോളും എല്ലാവരും സുന്ദരികളായിട്ടാണ് കേട്ടോ വേഷം കെട്ടിയിരിക്കണത്. ഈ അമ്പാടിക്കണ്ണനൊക്കെ നമ്മുടെ കുഞ്ഞാറ്റയുടെ സെയിം പ്രായം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഞാൻ ഇപ്രാവശ്യം എന്തായാലും വേഷം കെട്ടിച്ചില്ല. അടുത്ത പ്രാവശ്യം കെട്ടിക്കാമെന്ന് വെച്ചിട്ടാണ്. നമ്മുടെ തനിക്കുട്ടിയായിട്ടോ കൃഷ്ണവേഷം കെട്ടിക്കണത്. വണ്ടിയിൽ തന്നെ ഇരിക്കണ കാരണം നമ്മുടെ കുഞ്ഞാറ്റ നല്ല വാശി പിടിച്ച് കരയാണ്. നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. പുറത്ത് നല്ല മഴയായിട്ടാണ് നടക്കണേ. നമ്മൾ പങ്ങാവ് ശിവക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴയായ കാരണം നമ്മുടെ പിള്ളേരുടെയൊക്കെ ഡാൻസ് ആയിട്ടുണ്ടായിരുന്നത് പിന്നീട്. നമ്മുടെ ഈ കുഞ്ഞുമക്കളൊക്കെ പ്രാക്ടീസ് ഒന്നും ഇല്ലാണ്ട് ഓൺ ദി സ്പോട്ടിൽ കയറിയതാട്ടോ. എനിക്കും കളിക്കണം പറഞ്ഞിട്ട് കയറിയവരാണ് ഇവരൊക്കെ. അടിപൊളിയായിരുന്നു കേട്ടോ ഡാൻസുകളൊക്കെ. അതിൻ്റെ ഇടയിൽ അമ്മ നമ്മുടെ കുഞ്ഞാറ്റേനെ ഉറക്കുന്നുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്ഥലത്തു നിന്ന് പിള്ളേർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല പല വേഷം കെട്ടിയവർ, കൃഷ്ണൻ, രാധ, കുചേലന്മാർ, അങ്ങനെ ഒരുപാട് വേഷം കെട്ടിയവരൊക്കെ വരുന്നുണ്ട്. ഡാൻസും എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ എടുക്കുന്ന തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇവർ. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. പുറത്ത് മഴയാണെങ്കിലും അവർക്ക് അതൊന്നും ബാധകമല്ല പറഞ്ഞിട്ട് അത്രയും വലിയ സന്തോഷത്തിലാണ് അവർ. ഇനി നമ്മൾ നമ്മുടെ കുഞ്ഞുമക്കളെ ഒന്ന് ഫോട്ടോ എടുക്കാൻ നോക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞാറ്റ ഒന്നും അറിയാണ്ട് സുഖമായിട്ട് ഉറങ്ങാൻ കേട്ടോ. ഇത് നമ്മുടെ അടുത്ത് പിടുത്ത് ചേച്ചിയാണ് കേട്ടോ ഉണ്ണീനെ എടുത്തുകൊണ്ട് നിൽക്കണത്. അപ്പം നല്ല മഴയാണ്. അപ്പം ഉണ്ണിക്ക് കൊടയും പിടിച്ചിട്ട് നിൽക്കണേ. ഇപ്പോഴും ഫോട്ടോ എടുക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പലരും പല പോസിലും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ അമ്പലത്തിലേക്ക് പല സ്ഥലത്തു നിന്നും വേഷമൊക്കെ കെട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഏകദേശം ഇരുട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ടൈം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പലത്തിലേക്ക് വണ്ടിയിൽ പിള്ളേരേനെയൊക്കെ കൊണ്ടുവരികയാണ്. നമ്മൾ ഈ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ പ്രദക്ഷിണം വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാറ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് വരും. അപ്പോൾ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് കൊടുക്കും കേട്ടോ. ഓക്കെ, ബൈ ബൈ, സീ യു. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുക കേട്ടോ.